പലർക്കും ഇന്റീരിയറിന്റെ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ മിക്ക ആൾക്കാർക്കും അതൊരു നമ്പർ മാത്രമാണ്. ഇത്ര രൂപയേ ഉള്ളൂ, അല്ലെങ്കിൽ ഇത്രയിൽ ചെയ്യണം, ഇത്ര രൂപക്ക് മൊത്തം തീർക്കണം എന്നുള്ളൊരു തീരുമാനത്തിലായിരിക്കും മിക്ക ആളുകളും. പക്ഷേ ഇന്റീരിയറിന്റെ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ അതൊരു നമ്പർ മാത്രമല്ല, അതൊരു തീരുമാനം കൂടിയാണ്. ഈ തീരുമാനം എടുക്കുമ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ ഒരുമിച്ച് ആലോചിക്കേണ്ടതായിട്ടുണ്ട്. വീടിന്റെ വലിപ്പം, പിന്നെ വീട്ടിലുള്ളവരുടെ ലൈഫ് സ്റ്റൈല്, പിന്നെ നമ്മുടെ ഡെയിലി കൈകാര്യം ചെയ്യുന്ന രീതി, പിന്നെ വരുന്ന ഒരു 10-15 വർഷത്തേക്കുള്ള നമ്മുടെ ആ ഒരു എക്സ്പെക്റ്റേഷൻ. ഇത്തരം കാര്യങ്ങളാണ് ഈ ഒരു ഇന്റീരിയറിൽ നമ്മൾ തീരുമാനം എടുക്കുന്ന മെയിൻ ഫാക്ടേഴ്സ് ആയിട്ട് വരുന്നത്. നമ്മുടെ വീടിന്റെ ഇന്റീരിയറിന്റെ ബഡ്ജറ്റ് റിയലിസ്റ്റിക് അല്ലെങ്കിൽ അത് ഡിസൈൻ ഫെയിൽ ആവാനുള്ള ചാൻസ് കൂടുതലാണ്. ഇതിൽ ഇന്റീരിയർ ശരിക്കും ഒരു എക്സ്പെൻസീവ് ഘടകമായിട്ട് വരുന്നില്ല, പക്ഷെ നമ്മൾ എടുക്കുന്ന അൺറിയലിസ്റ്റിക് തീരുമാനം ഉണ്ടല്ലോ, അതാണ് ശരിക്കും എക്സ്പെൻസീവ് ആയിട്ട് വരുന്നത്. സോ നമ്മൾ ഇന്റീരിയർ ചെയ്യാൻ പോകുമ്പോൾ അത്രയും നല്ല രീതിയിൽ ക്ലാരിറ്റി വരുത്തിയ ശേഷം മാത്രം ഇന്റീരിയറിലേക്ക് പ്രൊസീഡ് ചെയ്യുക.